അത് ഒരു ഭാഗത്ത് പോകും, തീവ്ര ആശയക്കാരിലേക്ക് പോകട്ടെ. വ്യത്യസ്ത ആശയങ്ങളുള്ള മിതവാദികളായ നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഖിയാമുൽ ലൈൽ ഈ രീതിയിലാണ് വന്നത്, അതിൻ്റെ ദറജ, പണ്ഡിതന്മാർ അതിന് കൊടുത്ത സ്ഥാനം കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി തറാവീഹുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, ഇതിൽ വിവാദങ്ങൾ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹിന് കൃത്യമായ എണ്ണവും ജമാഅത്ത് നടപ്പിലാക്കിയിട്ടില്ല. തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും ഒക്കെ സുന്നത്തിന്റെ ഭാഗമാണ്. തങ്ങൾ രാത്രി നമസ്കാരം 2-2 നിർവഹിക്കണം, രാവിലെ ആകുമെന്ന് ഭയപ്പെട്ടാൽ എട്ടയിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഖിലാഫത്തിന്റെ ആദ്യ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ജമാഅത്ത് നടപ്പിലാക്കി. ആ ജമാഅത്ത് 11-20 മുദ്രിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ഏത് രീതിയിൽ സംയോജിപ്പിച്ചാലും 20 റക്അത്ത് അദ്ദേഹം നടപ്പിലാക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ സനദ് സഹീഹാണ്. ഖുലഫാക്കളുടെ സുന്നത്ത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ പിൻബലമുള്ളതാണ്. അത് സുന്നത്തിന്റെ തന്നെ ഭാഗമാണ്. അത് ബിദ്അത്താണ് എന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് കരുതുന്നവർ, അവർക്ക് സുന്നത്ത് സ്നേഹമോ ബിദ്അത്ത് വിരോധമല്ല, പ്രത്യേക തരം രോഗമാണ്. എന്ന് മാത്രമല്ല, ഇത് വേറൊരു സംഗതി, ചിലർക്ക് ഈ ജനിച്ചപ്പോൾ മുതലേ ഇത് കേട്ടവർക്ക് ഈ 20നോടുള്ള അലർജി മാറില്ല. അവർ ചോദിക്കും 11 എന്നാലും ഉത്തമം, 11 ഉത്തമം. ലജനത്തു ദായിമക്ക് എന്തു പറ്റി അള്ളാഹുവിനറിയാം. ലജനത്തു ദായിമ ഈ വ്യാജന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പം ശരിയാണെങ്കിലും ഞാൻ പറഞ്ഞു, നമുക്ക് അവരോട് വിയോജിപ്പുകളുണ്ട്. അവർ പറയുന്നത് 11 ഉത്തമം. എന്ത് കാരണം ഉസ്താദുമാരെ, എന്താ കാരണം? എന്തുകൊണ്ട് ഉത്തമം? എങ്കിൽ എന്തുകൊണ്ട് തങ്ങളുടെ 3, 5, 7, 9 ഉത്തമമല്ല? 11 എന്തുകൊണ്ട് ഉത്തമം? ഇബ്നു തൈമിയ പറഞ്ഞു, ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു, നജദിയൻ പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ ഫത്വകളിൽ എഴുതി, റസായിലുകളിൽ എഴുതി, ഇസ്മായിൽ അൻസാരി എഴുതി, അബ്ദുൽ ഫഖീഹ് എഴുതി, ദീർഘമായ നമസ്കാരമാണെങ്കിൽ 20 ഉത്തമം. ഇനിയല്ല, അതിനേക്കാൾ സൗന്ദര്യവും ഭംഗിയും 11 അതാണ് ഉത്തമം എന്നല്ല. അതിനേക്കാൾ സൗന്ദര്യവും മേന്മയും നബിതങ്ങളാ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക ഓതിയതുപോലെ ഒരാൾ ഒറ്റ ആയത്ത് ഓതിയിട്ട് ഒറ്റ റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എങ്കിൽ അതിലാണ് അയാൾക്ക് കൂടുതൽ ഭയഭക്തി കിട്ടിയതെങ്കിൽ ആ ഒന്ന് ഈ 11 20 36 41 ഒക്കെ ഉത്തമമാണ്. അതുകൊണ്ട് 11 ഉത്തമമാണ് എന്ന വാദത്തിന് പോലും ഒറിജിനൽ സലഫികളുടെ പിന്തുണയില്ല. ഇബ്നു തൈമിയ പറഞ്ഞു, 20 റക്അത്ത് നമസ്കരിക്കലാണ് ജനങ്ങൾക്ക് എളുപ്പം. കാരണം ദൈർഘ്യം കിട്ടാൻ അതാണ് സഹായകരമാവുക, അതാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ അതാണ് ഉത്തമം. എന്നാൽ അതിനേക്കാൾ ദീർഘമായ 11 ഉണ്ടെങ്കിൽ അതാണ് ഉത്തമം. നമ്മൾ പറയുന്നത് അതിനേക്കാൾ ദൈർഘ്യമായ 3 ഉണ്ടെങ്കിൽ അതാണ് ഉത്തമം. അതും കൂടെ പറഞ്ഞാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ 11 എന്തോ സ്റ്റോപ്പ് ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കാം. അപ്പം അതുകൊണ്ട് 11 ഉത്തമം എന്ന് പറയുന്നത് പോലും ഈ 20നോടുള്ള വിരോധം ചെറുപ്പത്തിലെ കേട്ട് വന്നോ തൗബയൊക്കെ ചെയ്തെങ്കിലും അത് കുറച്ച് കാലം കഴിയും അത് മാറിക്കിട്ടാൻ. അത് പ്രത്യേക രോഗമാണത്. നബിതങ്ങൾ അലൈക്കും ബിസുന്നതി വസുന്നതുൽ ഖുലഫാഇ റാഷിദീൻ എന്ന് പറഞ്ഞിട്ട് അതിന് ഫൈനൽ മദീനത കുല്ലഹ തുസ്നിദു, മദീന മുഴുവനും അതിന്റെ സനദാണെന്ന് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടും ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ മനസ്സ് വരണ്ട ഭൂമിയാണ്. ദിക്റിലൂടെ ഈ റമദാൻ നല്ലൊരു അവസരമാണ്. ദിക്റിലൂടെ ഖുർആൻ തിലാവത്തിലൂടെ അള്ളാഹുമായുള്ള മുനാജാത്തിലൂടെ മയപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് ശമനം ലഭിക്കും. കുറച്ച് ഇൽമും കൂടെ പഠിക്കണം അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ അതുകൊണ്ട് 11 ഉത്തമം എന്ന വാദം നിരുപാധികം. അതായത് ഘടകങ്ങൾ മറ്റു കാര്യങ്ങൾ ഒത്തുവരുന്നതിന്റെ പേരിൽ 3ഉം 11 ഒക്കെ ഉത്തമമൊക്കെ ആയി വരും ചിലർക്ക് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. അതല്ലാതെ 11 ഉത്തമം എന്ന് കരുതുന്നത് തെറ്റാണ്. അത് സലഫികളുടെ അഭിപ്രായത്തിൽ തെറ്റാണ്. പിന്നെ ഉത്തമമല്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് തന്നെ പറയൂല. ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ആ വാദം തെറ്റാണ്. അതിന് സലഫികളുടെ പിന്തുണയില്ല. ഇനി 20 സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞ സലഫി പണ്ഡിതന്മാരുടെ പേര് ബർക്കത്തിന് വേണ്ടി ഒന്ന് പറയാണ്. ഒന്നാമത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സവിസ്തരം പ്രതിപാദിച്ചു മജ്മൂൽ ഫത്താവ. അദ്ദേഹത്തിന് ശേഷം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ പൗത്രന്മാരുടെ മക്കൾ അബൂ ബത്തീൻ, ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു ഹസൻ ഇബ്നു അബ്ദുർ റഹ്മാൻ ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, മക്കളും എല്ലാവരും, നജ്ദിലെ പണ്ഡിതന്മാർ, ഷൗക്കാനി, ഇമാം ഷൗക്കാനി നൈലുൽ ഔതാറിൽ, സയ്യിദ് സാബിഖ്, അദ്ദേഹം പറഞ്ഞു 8 സുന്നത്തും 12 മുസ്തഹബുമാണെന്ന്. എന്താണാവോ എങ്ങനെയാണാവോ വേർതിരിച്ച് അള്ളാഹുവിനറിയാം. എന്താണെങ്കിൽ 20 ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീനും 11 ഉത്തമാണെന്ന് പറയുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനറിയാം. ഇബ്നു തൈമിയുടെ വാദം അതല്ല, അത് തെളിവുള്ള വാദമല്ല. ഈ ഇബ്നു തൈമീൻ തന്നെയല്ലേ പറഞ്ഞത് ഷെയ്ഖ് അൽബാനിയോട്, അവരുടെ ആളുകളോട്, നിങ്ങൾ 11 കൂടുതൽ തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് 3 നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറയേണ്ടി വരും, ഇടയ്ക്ക് 5 നമസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറയേണ്ടി വരും. അതേ തിയറി, അതേ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ 11 ഉത്തമമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് 3 ഉത്തമമാണെന്ന് പറയേണ്ടി വരും. 8 ആളായില്ലേ? പിന്നെ അബ്ദുർ റസാഖ് അഫീഫി
അബ്ദുല്ലാഹിബിൻ ഖദിയാൻ, അബ്ദുല്ലാഹിബിൻ ഖഊദ്, ഷെയ്ഖ് ഇസ്മായിൽ അൽ അൻസാരി, അതിയ മുഹമ്മദ് സാലിം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ്, ഷെയ്ഖ് ഇബ്രാഹിം ആലു ഷെയ്ഖ്, സാലിഹ് ബിൻ മുനജ്ജിദ്, അബ്ദുറഹ്മാൻ ബിൻ അജ്ലാൻ, അതുപോലെ തന്നെ ഷെയ്ഖ് അബൂബക്കർ അൽ ജസാഇരി, ഫതാവ ഉലമാ ഉൽ ഹറമൈൻ, ഹൈഅത്തു കിബാരിൽ ഉലമാ, ലജനത്തുദ് ദായിമ, 20 ഏകദേശം ബോർഡുകൾ, കമ്മിറ്റികൾ, ഫത്വാ സമിതികൾ, പണ്ഡിതന്മാർ, ഷെയ്ഖുമാർ, ഇമാമുമാർ, ഷെയ്ഖുൽ ഇസ്ലാമുമാർ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് സലഫി ലോകത്ത് ഇതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ആർക്കാണ് പറയാൻ പറ്റുക? അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല, ഒരഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാവരും ഏകസ്വരത്തിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിഫലത്തിൻ്റെ ഘടകങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് ഏതൊക്കെ സമയത്ത് ഉത്തമമാകും എന്ന കാര്യത്തിൽ മാത്രമേ ഈ അധ്യായത്തിൽ തന്നെ ചർച്ചയുള്ളൂ. അല്ലാഹു തആല കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് തരുമാറാകട്ടെ. ഒരൊറ്റ ആളുടെ ഫത്വ വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ പുത്തൻവാദിയാണ്, എന്നെക്കാളും ഇതാരും ദഈഫാക്കിയിട്ടില്ല, അങ്ങനെ സ്വയം കൂമ്പസാരം നടത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വാദത്തിന് സലഫുകളുടെ പിന്തുണയില്ല എന്ന് ഔദ്യോഗിക മുഫ്തിമാർ പറഞ്ഞു അവരുടെ. എന്നിട്ടും അത് കൊണ്ടു നടക്കുന്നത് വല്ലാത്ത തൊലിക്കട്ടിയാണ്. അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള ധിക്കാരമാണ്, നബിതങ്ങളോടുള്ള ധിക്കാരമാണ്. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഈ റമദാനിൽ വൈറസ് മുക്തമായൊരു റമദാനായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അനാവശ്യ വിവാദങ്ങളില്ലാത്ത, ചർച്ചകളില്ലാത്ത രാത്രി നമസ്കാരം ഖുർആനിൻ്റെ ആയത്തുകളിൽ പറയപ്പെട്ടതുപോലെ, ഹദീസുകളിൽ പറയപ്പെട്ടതുപോലെ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കാൻ, നമസ്കരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. ഇനി ചോദ്യോത്തരങ്ങൾക്കുള്ള സമയമാണ്. ഒരു ബൗണ്ടറിയുമില്ല. ആവശ്യമുള്ള അറിയേണ്ട എല്ലാ സംശയങ്ങളും ചോദിക്കാം. ചോദ്യം ചോദിക്കുന്നതിൻ്റെ മര്യാദകളുണ്ട്, അത് കണ്ടാൽ നമുക്കറിയാം. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളും നല്ല മര്യാദകൾ പാലിക്കും.